നമ്മളെല്ലാവരും ഒരു ഇൻ്റർനെറ്റ് ലോകത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? എല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഫോർ വൈഡർ ആപ്ലിക്കേഷൻസ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് ഈ ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നതെന്ന്? യെസ്, സൈലം IASൻ്റെ യൂട്യൂബ് സീരീസിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം ഇൻ്റർനെറ്റാണ് ആൻഡ് ഹൗ ദിസ് ഇൻ്റർനെറ്റ് വർക്ക്സ്. ഇതൊരു UPSC എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു ഡെപ്താണ് ഈ വീഡിയോയിലേക്ക് ഉണ്ടാവുക. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതായിരിക്കും ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുക. സോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കിയേ, ആദ്യം തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റ് ഇസ് നത്തിങ് ബട്ട് ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഒരുപാട് നെറ്റ്വർക്കുകളുടെ ഒരു കണക്ഷനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ വളരെ സിംപിളി ആയിട്ട് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന രീതിയിൽ പറയാം. വളരെ സിമ്പിൾ മാനറിൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു സംശയമായിരിക്കും, എന്താണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കുറേ ഡിവൈസസ് അല്ലെങ്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഡിവൈസസിനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് വയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്ന ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക്. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ നോക്കുക, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ PC ഉണ്ടാവും, റൗട്ടേഴ്സ് ഉണ്ടാവും, മോഡം ഉണ്ടാവും. ഇതിനെല്ലാം നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്ത് വെക്കുകയാണ് അല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കാണ് നിങ്ങളുടെ വീട്ടിലെന്ന് പറയുന്നത്. ഇതുപോലെ പലരുടെ വീടുകളിലും പല പല നെറ്റ്വർക്ക്സ് ഉണ്ടാവില്ലേ? ലോകത്ത് പല ഭാഗങ്ങളിലും ഇതുപോലുള്ള നെറ്റ്വർക്ക്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക്സുകളുടെ ഒരു നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ ബേസിക്കലി ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് അടങ്ങുന്ന ഡിവൈസസ്, കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, മൊബൈലുകളായിക്കോട്ടെ, ഇവരെല്ലാം പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡാറ്റ ഷെയറിംഗ് ആണ്. ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവും, ഡാറ്റ റിസീവ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഇന്ന ഒരു വീഡിയോ കാണണം, www.youtube.com എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു കമ്പനിയാണല്ലോ. ആ കമ്പനി അവരുടെ കൈവശമുള്ള എല്ലാ ഡാറ്റയും, നിങ്ങളിന്ന് കാണുന്ന വീഡിയോ, ഓഡിയോ, എല്ലാ ഫയലുകളും അവരൊരു സെർവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ആൻ അലമാര, ഒരു അലമാര പോലെ എല്ലാ കാര്യങ്ങളും ആ സെർവറിനകത്ത് എന്താണ് സ്റ്റോർഡ് ആണ്, ഈ യൂട്യൂബ് സെർവർ. അപ്പം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സെർവറിൽ നിന്നും ആ ഡാറ്റ യൂട്യൂബ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലയൻ്റാണ്. ഓക്കെ, ഒരു ക്ലയൻ്റാണ്. ആ ക്ലയൻ്റായിട്ടുള്ള നിങ്ങൾ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ നിങ്ങൾക്ക് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ബേസിക്കലി ഒരു ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുന്നതും അത് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, ലൈക്ക് എ ക്ലയൻറ്റ് സെർവർ മോഡൽ. ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു? ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം വൈഡ്ലി പോപ്പുലർ ആവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ആരംഭം? അതറിയണ്ടേ? ഒരു ഹിസ്റ്ററി അറിയണ്ടേ? യെസ്, 1960കളിലാണ് ശരിക്കും ഇത്തരം നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് തുടക്കം കുറിക്കുന്നത്. 60കളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, ശീതയുദ്ധ കാലഘട്ടമാണ്, അല്ലെങ്കിൽ കോൾഡ് വാർ പീരീഡാണ്. അന്ന് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പരസ്പരം ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുകയാണ്. എക്സ്പ്ലിസിറ്റുള്ള യുദ്ധങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രോക്സി യുദ്ധങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, എക്കണോമിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ടെക്നോളജിക്കൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ US-ലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് അവരൊരു ഐഡിയയുമായിട്ട് വരികയാണ്. അതായത് ഡിഫൻസ് ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അവിടെ ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റ ഷെയറിങ് നടത്തണം അല്ലേ? ഡിഫൻസ് ആവശ്യമായതുകൊണ്ട് തന്നെ ആ ഡാറ്റാസ് ഒന്നും ചോർന്നു പോവാത്ത രീതിയിൽ വളരെ സെക്യൂർഡ് ആയിട്ട് ഈ ഡാറ്റാസ് തമ്മിൽ കണക്ട് ചെയ്യണം, ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി അന്നത്തെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ നെറ്റ്വർക്ക് ഉണ്ട്. അതിനെ നമ്മൾ ARPANET എന്നാണ് വിളിക്കുന്നത്. അത് പെർട്ടിക്കുലർലി ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ടെന്ന രീതിയിൽ തന്നെയാണ് അവർ നിർമ്മിച്ചത്, ARPANET. പക്ഷേ ഇന്ന് കാണുന്ന പോലെ ഒരു വൈഡർ നെറ്റ്വർക്കൊന്നും അല്ല കേട്ടോ. ചെറിയ നെറ്റ്വർക്കാണ്, ചെറിയ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. 1969ലാണ് ഈ ARPANETന് തുടക്കം കുറിക്കുന്നത്.
പിന്നീട് 70കളിലും 80കളിലെല്ലാം ഈ നെറ്റ്വർക്കിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വരികയാണ്. നെറ്റ്വർക്കിൽ കൂടുതൽ ഡിവൈസസ് വരുന്തോറും ആ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത്തരം നെറ്റ്വർക്ക് ഒരു കോമൺ യൂസറിന് അല്ലെങ്കിൽ കോമൺ പേഴ്സണ് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക് അല്ല അത്. ഓക്കെ, അത് ടെക്നിക്കലായിട്ടുള്ള നെറ്റ്വർക്കാണ്. അത്രയും നോളജ് ഉള്ള ആളുകൾക്ക് മാത്രമേ ആ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോമൺ യൂസറിന്, സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കുകളായിരുന്നില്ല അത്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് 1989 ടിം ബേണേഴ്സ് ലീ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു പുതിയ കോൺസെപ്റ്റുമായിട്ട് വരികയാണ്. അതാണ് വേൾഡ് വൈഡ് വെബ്, അല്ലെങ്കിൽ ഇൻ ഷോർട്ട് നമുക്ക് വെബ് എന്ന് വിളിക്കാം. ഇത് ആക്ച്വലി ഒരു സർവീസാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു അർപ്പാനെറ്റിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നിർമ്മിക്കപ്പെട്ട നെറ്റ്വർക്കിൻ്റെ പ്രശ്നം എന്താ, കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ, കോമൺ യൂസേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് അല്ല അത്. അപ്പോൾ അത്തരം നെറ്റ്വർക്ക് കോമൺ യൂസേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയത് ഈ വെബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നതിന് ശേഷമാണ്. യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്നു നെറ്റ്വർക്കിനെ. ഈ വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വച്ചേക്കാം. അത് കഴിഞ്ഞൊരു 90കളുടെ തുടക്കമൊക്കെ എത്തിയപ്പോഴാണ് പതുക്കെ ഇന്ത്യയിലേക്കും ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇൻ്റർനെറ്റ് ഇന്ത്യയിലേക്ക് തുടക്കം കുറിക്കുന്നത് 95ലാണ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നില്ലാതെ ആ VSNL ആണ് ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് 2000ങ്ങളോടുകൂടി പതുക്കെ അത് പോപ്പുലർ ആവുന്നു, നെറ്റ്വർക്കുകളുടെ എണ്ണം കൂടുന്നു, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ വലുതാകുന്നു അല്ലേ. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ്. ഇന്ന് പല ആപ്ലിക്കേഷൻസിനായിട്ട് ഇൻ്റർനെറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമ്മളൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ നെറ്റ്വർക്കാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്ന നെറ്റ്വർക്കാണ്. നോക്കിയേ, ഇതിപ്പോൾ ഒരാളുടെ വീട്ടിലെ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം. അയാളുടെ PC, അയാളുടെ സ്മാർട്ട് TV, അയാളുടെ ഗെയിമിംഗ് കൺസോൾ, നോട്ട്ബുക്ക് PC, സ്മാർട്ട് ഫോൺ, പ്രിൻ്റർ എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, കണക്റ്റഡ് ടു എ റൗട്ടർ. ഓക്കെ, റൗട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മോഡം എന്നൊക്കെ വിളിക്കാം. ഇന്ന് മോഡം എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റൗട്ടർ കാണാൻ പറ്റും. മോഡം റൗട്ടർ കോംബോ ആണ് ഇന്നുള്ളത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, എവറിത്തിങ് ഈസ് ബീൻ കണക്റ്റഡ് ത്രൂ എ റൗട്ടർ. എല്ലാ ഡിവൈസുകളെയും എന്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റൗട്ടർ വഴിയാണ് മറ്റ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കുകളിലേക്ക് കണക്ഷൻസ് പോകുന്നത്. ഓക്കെ, റൗട്ടർ വഴിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണല്ലേ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ റൗട്ടർ ഉൾപ്പെടെ വരുന്ന ഒരു നെറ്റ്വർക്കിനെ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഡിവൈസിനെ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, നിങ്ങളുടെ റൗട്ടർ ആയിക്കോട്ടെ, ഈ ഓരോ ഡിവൈസുകൾക്കും ഒരു അഡ്രസ്സ് ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു കത്ത് അയക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ കത്ത് അയക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് നിങ്ങൾ ആ കത്തിൽ ഉൾപ്പെടുത്തില്ലേ അല്ലേ, എന്നാലല്ലേ കൃത്യമായിട്ട് ആ കത്ത് ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അതുപോലെ ആ ഡിവൈസ്, അതായത് ഏത് ഡിവൈസാണോ നിങ്ങൾ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഡിവൈസിന് ഒരു അഡ്രസ്സ് ലഭിക്കും. ഈ അഡ്രസ്സിനെ നമ്മൾ IP അഡ്രസ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് IP അഡ്രസ്സ്? ഇതാ നെറ്റ്വർക്ക് ആ ഡിവൈസിന് നൽകുന്ന അഡ്രസ്സാണ്, നെറ്റ്വർക്കായിട്ട് നൽകുന്ന അഡ്രസ്സാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി IP അഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ അതിനനുസരിച്ച് IP അഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കും ഇരിക്കുക, അപ്പോൾ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറും. ഇനി ഇതേ ഫോണും കൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങളുടെ IP അഡ്രസ്സ് മാറും. കാരണം നിങ്ങളിപ്പോൾ സ്കൂളിലായിരിക്കുന്നത്, അപ്പോൾ സ്കൂളിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് അത് മാറും. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഡിവൈസിന് കിട്ടുന്ന IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. കാരണം ഈ IP അഡ്രസ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങളുടെ നെറ്റ്വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഏത് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണോ ഇരിക്കുന്നത് ആ നെറ്റ്വർക്കായിരിക്കും ഈ അഡ്രസ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി IP അഡ്രസ്സ് കാണാൻ എങ്ങനെ ഇരിക്കും? ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് IP അഡ്രസ്സാണ്. ഇതുപോലെ പല നമ്പറുകളിൽ നിങ്ങൾക്ക് IP അഡ്രസ്സുകൾ കാണാൻ പറ്റും. ഇതുപോലെ 192.168.1.1 എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിജിറ്റൽ ബിറ്റുകളിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു അഡ്രസ്സാണ് ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. എല്ലാ ഡിവൈസുകൾക്കും ആ നെറ്റ്വർക്ക് ഇതുപോലൊരു IP അഡ്രസ്സ് കൊടുക്കും. നിങ്ങളുടെ റൗട്ടറിന് വരെ ഉണ്ടാവും ഇതുപോലൊരു അഡ്രസ്സ്.
ഓക്കെ, നിങ്ങളുടെ ഡിവൈസുകൾ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൗട്ടറിന് വരെ ഉണ്ട് ഒരു IP അഡ്രസ്സ്, ഓർത്തിരിക്കുക. പക്ഷേ ഈ IP അഡ്രസ്സ് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞിരുന്നു യൂട്യൂബിൽ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ കാണണം അല്ലേ. അപ്പോൾ യൂട്യൂബിൻ്റെ സെർവറിൻ്റെ IP അഡ്രസ്സ് അറിഞ്ഞാലേ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിലാണ് ഇൻ്റർനെറ്റ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യണ്ടേ? റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് സെർവറിൻ്റെ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. IP അഡ്രസ്സ് ഓരോരുത്തരുടെയും ഓർത്തു വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അല്ല. ഓക്കെ, ആ കോൺസെപ്റ്റിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയയുടെ പുറത്താണ് വെബ് എന്ന് പറയുന്ന ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ വേൾഡ് വൈഡ് വെബ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡൊമൈൻ നെയിം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ IP അഡ്രസ്സ് അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തറിയാമായിരിക്കും? ആ യൂട്യൂബിൻ്റെ ഡൊമൈൻ നെയിം അല്ലെങ്കിൽ അതിൻ്റെ URL അഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, www.youtube.com എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കില്ലേ, അതിനെയാണ് URL അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിൽ youtube.com എന്ന് പറയുന്നത് ശരിക്കും ഡൊമൈൻ നെയിമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ IP അഡ്രസ്സ് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്നത് എന്ത് മാത്രമാണ്? www.youtube.com എന്ന് പറയുന്ന URL അഡ്രസ്സ് നിങ്ങൾക്കറിയാം. ആ URL അഡ്രസ്സിനകത്ത് www എന്ന് പറയുന്ന ആ വെബിൻ്റെ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഡൊമൈൻ നെയിമും നൽകിയിട്ടുണ്ട്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് സെർവറിൽ നിന്നും ഡാറ്റ റിസീവ് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കാം. ഇനി നമ്മുടെ നെറ്റ്വർക്കിന് പക്ഷേ ഈ പറഞ്ഞ URL അഡ്രസ്സ് അറിയണം എന്നില്ല. നമ്മുടെ നെറ്റ്വർക്കിന് അറിയുന്ന അഡ്രസ്സ് ഏത് മാത്രമാണ്? IP അഡ്രസ്സാണ്. ഓക്കെ, കൃത്യമായിട്ട് ഡാറ്റ ഇന്ന IP അഡ്രസ്സ് എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് സെൻഡ് ചെയ്യുക. അപ്പം നെറ്റ്വർക്കിന് അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് IP അഡ്രസ്സാണ്. പക്ഷേ നമുക്കറിയുന്ന ഭാഷ എന്ന് പറയുന്നത് URL അഡ്രസ്സാണ് അല്ലേ. അപ്പോൾ ഈ URL അഡ്രസ്സിനെ IP അഡ്രസ്സിലേക്ക് മാറ്റാനും IP അഡ്രസ്സിനെ URL അഡ്രസ്സിലേക്ക് മാറ്റാനും ഈ നെറ്റ്വർക്കിനകത്ത് തന്നെ ഒരു സിസ്റ്റമുണ്ട്. ഓക്കെ, വി കോൾ ഇറ്റ് ആസ് ഡൊമൈൻ നെയിം സിസ്റ്റം. എന്താണ് ഡൊമൈൻ നെയിം സിസ്റ്റം? ഓക്കെ, DNS എന്നൊക്കെ പറയും. ഈ സിസ്റ്റമാണ് ആക്ച്വലി IP അഡ്രസ്സിനെ URL അഡ്രസ്സാക്കിയും URL അഡ്രസ്സിനെ IP അഡ്രസ്സാക്കിയും കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതൊരു യൂസർ കമ്പ്യൂട്ടർ. ഈ യൂസർ കമ്പ്യൂട്ടറിന് ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂസർ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? www.google.com അല്ലേ, google.com എന്ന് പറഞ്ഞിട്ട് വെബിൻ്റെ സഹായത്തോടു കൂടി ഒരു URL അഡ്രസ്സ് ടൈപ്പ് ചെയ്യും. URL അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഡൊമൈൻ നെയിം ഉണ്ടല്ലേ, google.com എന്ന് പറയുന്നതാണ് ഡൊമൈൻ നെയിം. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് നേരെ നെറ്റ്വർക്കിലേക്ക് എത്തുന്നു. നെറ്റ്വർക്കിനകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഫോൺ ബുക്ക് പോലെയാണ് അല്ലേ, ഒരു ഫോൺ ബുക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ചില ഫോൺ ബുക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളുടെ പേരും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്നൊരു ഫോൺ ബുക്കില്ലേ, അതുപോലൊന്നാണ് ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പല ഡൊമൈൻ നെയിമുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫോൺ ബുക്ക്, അതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനെ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്യും ഈ ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, കറസ്പോണ്ടിങ് IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ആ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനിലേക്ക് ഇരിക്കുന്ന ആ ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എന്ന് പറയുന്ന ആ കമ്പനിയുടെ വെബ്സൈറ്റല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഗൂഗിളിൻ്റെ സെർവറിലേക്കായിരിക്കും ഈ പറയുന്ന IP അഡ്രസ്സ് ഉണ്ടാവുക. അപ്പോൾ ആ IP അഡ്രസ്സ് ആ സെർവറിലേക്ക് ആ ഡാറ്റ ചെല്ലുന്നു, അതിനനുസരിച്ച് ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ഹൗ ദ സിസ്റ്റം വർക്ക്സ്. ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആയോ? ഒരു ഡിവൈസിനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു IP അഡ്രസ്സ് കിട്ടുന്നു. നമ്മൾ കൊടുക്കുന്ന URL ഡൊമൈൻ നെയിമുകളെ അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സാക്കി മാറ്റുന്നതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, ഇനി IP അഡ്രസ്സിന് പുറമെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിന് വേറൊരു അഡ്രസ്സ് കൂടിയുണ്ട്. അതായത് ഇൻ്റർനെറ്റ് സിസ്റ്റം വർക്കിംഗ് എങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് IP അഡ്രസ്സിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയുന്നൊരു അഡ്രസ്സാണ് MAC അഡ്രസ്സ്, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്നൊക്കെ പറയും. ഇതെന്താണെന്ന് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ MAC അഡ്രസ്സ് എന്ന് പറയുന്നതും ശരിക്കും ഒരു ഡിവൈസിൻ്റെ അഡ്രസ്സ് തന്നെയാണ്.
കുറേ കൂടി സ്പെസിഫൈ ചെയ്യപ്പെടുന്ന ഒരു അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. IP അഡ്രസ്സിനേക്കാളും കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യപ്പെടുന്ന അഡ്രസ്സാണ് MAC അഡ്രസ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു കത്ത് അയക്കുകയെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു കത്ത് അയക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും കത്ത് വരിക അല്ലേ. അപ്പോൾ എൻ്റെ പേരുണ്ടാവും, എൻ്റെ ഈ പറയുന്ന വീടിൻ്റെ പേരുണ്ടാവും, വീട്ടു നമ്പർ ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തായിരിക്കും. അപ്പോൾ ഈ കത്ത് നേരെ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്നത് എങ്ങോട്ടേക്കായിരിക്കും? നേരെ എൻ്റെ വീട്ടിലോട്ടായിരിക്കും വരിക അല്ലേ. ആദ്യം വരുന്നത് എങ്ങനെയാണ്? എൻ്റെ വീട്ടിലോട്ടായിരിക്കും വരിക. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലോട്ട് വരാനായിട്ട് ആ പോസ്റ്റ്മാൻ മനസ്സിലായത്? ബൈ ലുക്കിംഗ് ദി അഡ്രസ്സ്, IP അഡ്രസ്സാണെന്ന് വിചാരിക്കാം. ഓക്കെ, IP അഡ്രസ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു നെറ്റ്വർക്കിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡിവൈസിന് കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് അഡ്രസ്സാണ് IP അഡ്രസ്സ്. നെറ്റ്വർക്കായിട്ട് കൊടുക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിരിക്കുന്ന ആ അഡ്രസ്സ്, വീട്ടഡ്രസ്സ്, ഓക്കെ, അതാണ് IP അഡ്രസ്സ്. ഇനി ആ വീട്ടിലുള്ള ഇന്ന വ്യക്തിക്ക് കൊടുക്കണം എന്ന രീതിയിലേക്കാണ് കത്ത് വരുന്നെങ്കിൽ, ഇപ്പം എൻ്റെ പേരിട്ടിട്ട് എനിക്കാണ് തരേണ്ടതുണ്ടെങ്കിൽ അല്ലേ, അവിടെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യപ്പെടുകയല്ലേ. ഇപ്പം എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിലൊന്നും പെടാതെ എനിക്ക് മാത്രമാണ് കിട്ടണമെങ്കിൽ വി നീഡ് MAC അഡ്രസ്സ്. അതായത് എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ IP അഡ്രസ്സ്, ആ വീട്ടിനകത്ത് എന്നിലേക്ക് എത്തണമെങ്കിൽ MAC അഡ്രസ്സ്. കുറേ കൂടി സ്പെസിഫൈ ചെയ്യപ്പെടുന്ന ഒരു ഡിവൈസ് അഡ്രസ്സാണ് MAC അഡ്രസ്സ്. ഇൻ്റർനെറ്റിൽ ഈ അഡ്രസ്സും ആവശ്യമാണ്. ആൻഡ് ഈ MAC അഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിനുള്ളിലാണ്. അതായത് ഒരു ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ഭാഗത്ത് എത്തർനെറ്റ് കാർഡ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, എത്തർനെറ്റ് കാർഡ്. ആ എത്തർനെറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്നൊക്കെ പറയും. ആ കാർഡിനുള്ളിൽ നമ്മൾ ആ ഡിവൈസ് മേടിക്കുന്ന സമയത്ത് തന്നെ ഹാർഡ്വെയർ ഭാഗത്ത് ഉള്ളൊരു അഡ്രസ്സാണ് MAC അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ 2 അഡ്രസ്സും അറിഞ്ഞാലേ കഴിയുള്ളൂ. രണ്ടും ഡിവൈസിൻ്റെ അഡ്രസ്സാണ്. ഒന്ന് നെറ്റ്വർക്ക് നൽകുന്ന അഡ്രസ്സ്, മറ്റൊന്ന് ഹാർഡ്വെയർ ഭാഗത്തുള്ള അഡ്രസ്സ്. ഓക്കെ, തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് UPSC പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ IP അഡ്രസ്സ് ആൻഡ് MAC അഡ്രസ്സ്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ IP അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞു, MAC അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞു, DNS എന്താണെന്ന് പറഞ്ഞു, ഒരു ബേസിക് നെറ്റ്വർക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? യെസ്, ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു ചെറിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു വീട്ടിൽ അത്യാവശ്യത്തിന് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ, അത്യാവശ്യം മൊബൈൽ ഫോൺസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു റൗട്ടറുമായിട്ടായിരിക്കും ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ വീട്ടിലെ മോഡമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മോഡത്തിനകത്ത് തന്നെ കോംബോ ആയിട്ടാണ് റൗട്ടർ ഇരിക്കുന്നത്. സോ എല്ലാ ഡിവൈസുകളും റൗട്ടറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫോൺ ആയിക്കോട്ടെ, മൊബൈൽ, ലാപ്ടോപ്സ്, PCs, എവറിത്തിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് അയക്കുന്ന ഡാറ്റ ആദ്യം ചെല്ലുന്നത് റൗട്ടറിലേക്കാണ്. ഈ റൗട്ടറിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ കൃത്യമായിട്ട് ഡാറ്റയെ റൂട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിലിരിക്കുന്ന ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ഉപയോഗിച്ച് ആ IP അഡ്രസ്സ് മനസ്സിലാക്കി കൃത്യം ആ ഡെസ്റ്റിനേഷനിലിരിക്കുന്ന ഡിവൈസിലേക്ക് ഡാറ്റ അയക്കണം. ആ ഡാറ്റ എങ്ങനെ പോകണം, ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണ്? കൃത്യമായിട്ട് പാത്ത് കണ്ടുപിടിച്ച് ഡാറ്റയെ റൂട്ട് ചെയ്യുന്ന ആളാണ് റൗട്ടർ എന്ന് പറഞ്ഞാൽ. ഓർത്തിരിക്കുക. അപ്പോൾ റൗട്ടർ എങ്ങനെയാണ് റൂട്ട് മനസ്സിലാക്കുക? റൂട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഡെസ്റ്റിനേഷനിലിരിക്കുന്ന ഡിവൈസിൻ്റെ IP അഡ്രസ്സ് അറിയണം. എന്നാലേ കൃത്യം പാത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൗട്ടറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതോർക്കുക. ഇനി ഈ റൗട്ടർ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്കാണ്. ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. വേറെ ആരല്ല, ഇൻ്റർനെറ്റ് സർവീസുകൾ നൽകുന്ന ആളുകൾ അല്ലേ. നമ്മുടെ ജിയോ, എയർടെൽ, BSNL തുടങ്ങിയിട്ടുള്ള കമ്പനികളില്ലേ, അത്തരം കമ്പനികളെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുക. ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് നമ്മുടെ നെറ്റ്വർക്കിനെ, ഇപ്പം ഇത്രയും പറഞ്ഞതെല്ലാം ഒരു നെറ്റ്വർക്കാണല്ലേ, റൗട്ടർ ഉൾപ്പെടെ വരുന്നൊരു നെറ്റ്വർക്ക്. ഇതുപോലുള്ള മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സിനെ പരസ്പരം കണക്ട് ചെയ്ത് ഡാറ്റയെ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുക്കുന്നതെല്ലാം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പോൾ ശരിക്കും നോക്കിയേ, ഇവിടെ ഒരു കൃത്യം റൂൾസ് ഫോളോ ചെയ്യുന്നില്ലേ അല്ലേ. നിങ്ങൾ എവിടെ പോയാലും, ലോകത്ത് എവിടെ ചെന്നാലും ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇനി US പോയാലും, സൗത്ത് ആഫ്രിക്കയിൽ പോയാലും, സൗദി അറേബ്യയിൽ പോയാലും, തായ്വാനിൽ പോയാലും, ഇന്ത്യയിലാണെങ്കിലും ദ മെത്തേഡ് ഇസ് സെയിം. സോ സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർനെറ്റ് സിസ്റ്റം വർക്ക് ചെയ്യാൻ ഒരു ജനറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ വേണം അല്ലേ, സെറ്റ് ഓഫ് റൂൾസ് വേണം.
ഇവിടെ കോമൺലി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പേരാണ് TCP/IP പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ /IP പ്രോട്ടോക്കോൾ. ഇത് വേറൊന്നുമല്ല, ഇതിനകത്തൊക്കെ ഒരുപാട് ഡെപ്തിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കുറേ ലെയർ ബൈ ലെയർ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ആപ്ലിക്കേഷൻ ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഇതൊരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ബെറ്ററായിട്ട് നെറ്റ്വർക്കിലൂടെ കടന്നു പോവാം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്, അതാണ് TCP/IP പ്രോട്ടോക്കോൾ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഡാറ്റ പോകുന്ന ആ പാത്ത് ഒന്ന് നോക്കാം. നോക്കിയേ, ആദ്യം ഈ ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തായിരുന്നു അല്ലേ? കമ്പ്യൂട്ടറാണ് ഡാറ്റ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ആ ഡാറ്റയെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റം തന്നെ ഇപ്പോൾ ഇതൊരു ഡാറ്റയാണെന്ന് വിചാരിക്കുക. ഈ ഡാറ്റയെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റം തന്നെ പല പല ഡാറ്റ പാക്കറ്റുകളാക്കി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബൾക്കി ഡാറ്റയാണ്. ആ ബൾക്കി ഡാറ്റ നെറ്റ്വർക്കിലൂടെ കടത്തി വിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെ അത് ബാധിക്കും, പെർഫോമൻസിനെ അത് ബാധിക്കും. സോ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡാറ്റയെ പല പല പാക്കറ്റുകളാക്കി മാറ്റിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് നെറ്റ്വർക്ക് ചാനലാണോ ഉള്ളത് അതിലേക്കെല്ലാം ഈ ഡാറ്റ പാക്കറ്റുകളെ അയക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡി ആയിട്ട് ഈ ഡാറ്റ പാക്കറ്റുകൾ കൃത്യം ലൊക്കേഷനിലേക്ക്, കൃത്യം ഡെസ്റ്റിനേഷനിലേക്ക് എത്തും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? ഈ ഡാറ്റയെ പാക്കറ്റുകളാക്കി മാറ്റും, ഡാറ്റ പാക്കറ്റ്സ്. ഈ ഓരോ ഡാറ്റ പാക്കറ്റുകൾക്കും ഓരോ അഡ്രസ്സൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇന്ന ലൊക്കേഷനിലൂടെ പോകണം അല്ലെങ്കിൽ ഇന്ന രീതിയിലൂടെ പോകണം എന്നൊക്കെ ആ ഡാറ്റ പാക്കറ്റുകൾക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ ഡാറ്റ പാക്കറ്റ് നേരെ ചെല്ലുന്നത് നമ്മുടെ റൗട്ടറിലേക്കാണ്. ഒരു ഡിവൈസിനെ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് വയേർഡ് കണക്ഷൻ, 2 വയർലെസ് കണക്ഷൻ. വയേർഡ് കണക്ഷനായിട്ട് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് എത്തർനെറ്റ് കേബിൾസ് ആണ്. നിങ്ങൾ വീട്ടിൽ പോയാൽ മനസ്സിലാവും, നിങ്ങളുടെ കയ്യിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ പേഴ്സണൽ കമ്പ്യൂട്ടർ വയേർഡ് ആയിട്ടാണ് നമ്മുടെ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ? വയർ ഉപയോഗിച്ച്. ആ വയറാണ് അല്ലെങ്കിൽ ആ കേബിളാണ് ആക്ച്വലി എത്തർനെറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ. പിക്ചറിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ പിക്ചർ അല്ലേ? എത്തർനെറ്റ് കേബിൾ. ഈ എത്തർനെറ്റ് കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ അതെപ്പോഴും ഡിജിറ്റൽ ബിറ്റുകളിലായിരിക്കും വരിക. ഓക്കെ, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ലേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയാണ്, 0s and 1s കോമ്പിനേഷനിലായിരിക്കും. അപ്പോൾ ആ ഡിജിറ്റൽ ഡാറ്റയെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ രൂപത്തിലായിരിക്കും എത്തർനെറ്റ് കേബിളിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, എത്തർനെറ്റ് കേബിളിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ രൂപേണയായിരിക്കും ഈ ഡാറ്റ കടന്നു പോകുന്നത്. എന്നിട്ട് എങ്ങോട്ടേക്ക് എത്തും? റൗട്ടറിലേക്ക് എത്തും. ഇനി അതല്ല, നിങ്ങൾ വയർലെസ് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക, വൈഫൈ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അവിടെയാണെങ്കിൽ ഇതുപോലെ വയറൊന്നുമില്ല, കേബിളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ ഒരു റേഡിയോ വേവ്സിൻ്റെ രൂപേണയാണ് എന്ത് ചെയ്യുക? റൗട്ടറിലേക്ക് എത്തുക. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഫ്രീക്വൻസി അല്ല, അതും അൾട്രാ ഹൈ ഫ്രീക്വൻസി വരുന്ന റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിവൈസുകൾ റൗട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വൈഫൈ റൗട്ടർ, വൈഫൈ മോഡം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഡാറ്റ ആദ്യം എവിടെ എത്തും? റൗട്ടറിലേക്ക് എത്തും. റൗട്ടർ എന്താ ചെയ്യുന്നത്? ഡാറ്റയെ കൃത്യം ലൊക്കേഷനിലേക്ക് റൂട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. അതിന് റൂട്ട് ചെയ്യണമെങ്കിൽ റൗട്ടർ എന്തറിയണം? റൗട്ടർ IP അഡ്രസ്സ് അറിയണം അല്ലേ? ഡെസ്റ്റിനേഷനിലേക്കുള്ള നെറ്റ്വർക്കിൻ്റെ IP അഡ്രസ്സ് അറിഞ്ഞാലേ റൗട്ടറിന് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഡിവൈസുകൾ മിക്കതും റിക്വസ്റ്റ് ചെയ്യുന്നത് IP അഡ്രസ്സിൻ്റെ രൂപേണയാണോ? അല്ല. ഇപ്പം നമ്മൾ www.google.com എന്നാണ് അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു URL അഡ്രസ്സാണ്, വിച്ച് കണ്ടെയ്ൻസ് ഡൊമെയിൻ നെയിം. അപ്പോൾ റൗട്ടറിന് അത് ചിലപ്പോൾ എന്താവണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യും റൗട്ടർ? ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യും. ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ഡൊമെയിൻ നെയിമിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ IP അഡ്രസ്സ് റൗട്ടറിന് നൽകുന്നു. അപ്പോൾ IP അഡ്രസ്സ് കിട്ടിയോടുകൂടി റൗട്ടറിന് മനസ്സിലായി ഇന്ന സ്ഥലത്തേക്കാണ് ആ ഡാറ്റ പോകേണ്ടത്. ഓക്കെ, എൻ്റെ റൗട്ടർ എന്ത് ചെയ്യും? ലൊക്കേഷൻ നോക്കും. ഓക്കെ, ഏത് വഴി പോയാൽ ഡാറ്റ കൃത്യമായിട്ട് അവിടെ എത്തും, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഏതാണെന്ന് റൗട്ടർ തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് ആ കണ്ടുപിടിച്ച ഡാറ്റ ഉപയോഗിച്ചിട്ട് റൗട്ടർ നേരെ ഡാറ്റ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് കൊടുക്കുന്നു. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി അത് നെറ്റ്വർക്കിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഓർത്തിരിക്കുക.
ദിസ് ഇസ് ഹൗ ദ സിസ്റ്റം വർക്ക്സ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഒരു സിംഗിൾ നെറ്റ്വർക്കിൻ്റെ കേസാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ ശരിക്കും ഇൻ്റർനെറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്മിഷൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നോക്കിയേ, ഡിവൈസ് ടു റൗട്ടർ എത്തർനെറ്റ് കേബിൾ അല്ലേ, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടാണെങ്കിൽ റേഡിയോ വേവ്സ്. അതുവരെ നിങ്ങൾക്ക് മനസ്സിലായി ട്രാൻസ്മിഷൻ. അത് കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോയി, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്ക് ചെല്ലുന്നു, അതുവഴി എന്ത് ചെയ്തു, ഡാറ്റ ഇൻ്റർനെറ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. അവിടെ എങ്ങനെയാണ് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് കേബിൾസ് ആണ്. അതിൽ ഏറ്റവും യുണീക്കായിട്ടുള്ള വളരെ സ്പെസിഫൈ ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് കേബിൾ ഉണ്ട്, ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. അത് റൗട്ടേഴ്സിനെ തമ്മിൽ, നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ യുണീക്ക് ടൈപ്പ് ഓഫ് കേബിളാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നൊക്കെ പറയുന്നു. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഏകദേശം 95% ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നതും നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കുന്നതും ഇത്തരം കേബിളുകൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകളെ അണ്ടർ സീ കേബിൾസ് അല്ലെങ്കിൽ സബ്മറൈൻ കേബിളുകൾ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ കേബിളുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് കടലിനടിയിലാണ്. പല കോണ്ടിനെൻറ്റുകൾ, പല രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അണ്ടർ വാട്ടർ, അണ്ടർ സീ കേബിൾസ് ആണ് ഇത്തരം ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. നമുക്ക് ആ പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഇന്ത്യയിലും ആഫ്രിക്കയിലും നമുക്ക് സൗദി അറേബ്യയിലും ആ ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്യുന്ന ഇത്തരം കേബിളുകളുണ്ട്. ഈ പേര് തന്നെ നിങ്ങൾ നോക്കിയേ, ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്നാണ് അല്ലേ, കാണുന്നത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ കേബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ കേബിളുകളിലൂടെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതൊരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് എ കേബിൾ. ഓക്കെ, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും ഡിവൈസിൽ നിന്നെല്ലാം അയക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എല്ലാം സിഗ്നൽസിൻ്റെ രൂപത്തിലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ രൂപേണയായിരിക്കും ഈ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും ഡിവൈസുകളിൽ നിന്നും ഡാറ്റാസ് എത്തുന്നത്. ഈ ഡാറ്റാസിനെ, ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ടുള്ള ഡാറ്റാസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് പൾസസ് ആക്കി ഈ ഒരു സിസ്റ്റം കൺവേർട്ട് ചെയ്യും. ആൻഡ് ആ ലൈറ്റ് പൾസസിനെയാണ് അല്ലെങ്കിൽ ആ ലേസർ ലൈറ്റിനെയാണ് ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ കടത്തിവിടുക. നോക്കിയേ, ഇത് പോകുന്ന നോക്കിയേ, ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഗുണം എന്താ, ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന സിഗ്നൽസ് ഓൾമോസ്റ്റ് ഏകദേശം അതുപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിൽ കിട്ടും. ബിക്കോസ് ഓൾ ദ സിഗ്നൽസ് ആർ അണ്ടർഗോൺ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ ഏകദേശം അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിളിലും ഉപയോഗിക്കുന്നത്. ലൈറ്റ് സിഗ്നൽസ് അല്ലെങ്കിൽ ലേസർ ലൈറ്റുകൾ ഇതുപോലെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ പല ആംഗിളിൽ നമുക്ക് പല ലൈറ്റുകളെ എന്ത് ചെയ്യിപ്പിക്കാം, റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. പല ആംഗിളിൽ ഇങ്ങനെ വരാം ലൈറ്റ്, അങ്ങനെ വരാം ലൈറ്റ്. അപ്പോൾ ആംഗിളുകൾ ഡിഫർ ചെയ്യുന്നതനുസരിച്ച് മൾട്ടിപ്പിൾ ലൈറ്റ് സിഗ്നൽസ് സൈമൾട്ടേനിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കടത്തിവിടാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിനെ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് വിളിക്കുന്നത്. ലൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ, ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വാക്വത്തിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ലൈറ്റിന് മുകളിൽ ഒരു സ്പീഡിൽ ഒരു ഒബ്ജക്റ്റിന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത്രയും സ്പീഡിലാണ് ഈ പറയുന്ന ഡാറ്റാസ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ വളരെ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ അതുവഴി നടക്കും അല്ലേ. ഇനി ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ നിർമ്മിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വലിയ വലിയ കമ്പനികളാണ്. ഇൻ്റർനാഷണൽ ചില കമ്പനികളുണ്ട് ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഡിയാൽ, ടെലിസാറ്റ്, അതുപോലെ സ്റ്റെർലൈറ്റ്, ഇങ്ങനെ കുറേ ഇൻ്റർനാഷണൽ കമ്പനികളുണ്ട് ഇത്തരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ സബ്മറൈൻ കേബിളുകളായിട്ട് അത് ലേ ഡൗൺ ചെയ്യാനും ഇത്തരം കമ്പനികൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കമ്പനികളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ആയിരിക്കും ഈ ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യപ്പെടുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. വൺസ് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡാറ്റാസ് ത്രൂ ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് പിന്നീട് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആ ഡാറ്റാസിനെ എത്തിച്ചു തരുന്നവരാണ് നമ്മൾ ഈ പറയുന്ന BSNL, അതുപോലെ എയർടെൽ, ജിയോ തുടങ്ങിയവർ. അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് വേണമെങ്കിൽ കോമൺലി ഒരു അംബ്രല്ല ടേമിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കാം. അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നിർമ്മിക്കുന്നവരെയും
അണ്ടർ വാട്ടർ കേബിൾസ് നിർമ്മിക്കുന്നവരെയും അതുപോലെ തന്നെ നമ്മളിലേക്ക് ആ സർവീസുകൾ എത്തിക്കുന്നവരെയും എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ ഇത്തരം സർവീസുകൾ അവർ നൽകുന്നതിനാണ് നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് നൽകുന്നത്. ഇപ്പോൾ ജിയോയ്ക്കും എയർടെലിനും BSNLിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുക്കുന്നുണ്ടല്ലേ, മാസാമാസം അല്ലെങ്കിൽ വർഷം തോറും നമ്മൾ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ഇത്ര ജീവിക്ക് ഇത്ര ഡാറ്റയ്ക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ തരുന്ന സർവീസുകളാണിതെല്ലാം, അതിനാണ് നമ്മൾ അവർക്ക് പേയ്മെൻറ്റുകൾ നൽകുന്നത്. ഇനി ഇന്ത്യയിലും ഇത്തരം ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും മിഷൻസൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഭാരത് നെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഭാരത് നെറ്റ് 2011 ഈ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. കുറച്ചുകൂടി റൂറൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഇത്തരം ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ നിർമ്മിക്കുക, അതുവഴി കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതാണ് ഈ ഭാരത് നെറ്റ് പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ USOF. ഓക്കെ, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ട് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഈ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ നിർമ്മിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഫണ്ടാണിത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ റൂറൽ ഏരിയാസിലൊരു ഫൈബർ ഒപ്റ്റിക് കേബിൾ നിർമ്മിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് വേണം അല്ലേ. അത്തരത്തിലൊരു ഫണ്ടാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2011 സ്ഥാപിച്ച അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഇപ്പോഴും ആക്റ്റീവാണത്. ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ഈ പ്രോജക്റ്റ് വഴി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു മിഷനാണ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ എന്ന് പറയും. ഇത് റൂറൽ ഏരിയ മാത്രമല്ല, കുറച്ചുകൂടി ഓവറോൾ ആയിട്ട് ഒരു യൂണിവേഴ്സൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ വന്നിരിക്കുന്നത്. ഭാരത് നെറ്റ് എന്താ കുറച്ചൊരു റൂറൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെയല്ല, റൂറൽ പ്ലസ് അർബൻ എന്ന രീതിയിലാണ് വരുന്നത്. 2019 ഈ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മിഷൻസ് ഇന്ത്യൻ ഗവൺമെൻറ്റും സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലേ, അവരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു 95% ഡാറ്റാസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. പക്ഷേ there are certain situations, ഓക്കെ, മറ്റു ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന, ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇനി അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ്. അപ്പം ഞാൻ പറഞ്ഞു 95% കേബിളുകൾ വഴിയാണ് ഡാറ്റാസ് മുന്നോട്ട് പോകുന്നത് അല്ലേ. പക്ഷേ അതിനൊരു യുണീക്കായിട്ടൊരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസമാണ് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയും. നമ്മൾ ഇത്രയും വലിയ കേബിളുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ് അല്ലേ. ചില സ്ഥലങ്ങളിലേക്കൊന്നും കേബിളുകൾ വലിച്ചുകൊണ്ട് പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി ഒബ്സ്ക്യൂർ ആയിട്ടുള്ള, കുറച്ചുകൂടി റൂറൽ ആയിട്ടുള്ള ഏരിയാസിലേക്കൊന്നും കേബിളുകൾ കൊണ്ടുപോകാൻ നിർമ്മിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റുകളുടെ ഹെൽപ്പ് ഉപയോഗിച്ചുകൂടാ? അല്ലെങ്കിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ടല്ലേ, പല ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ. ഈ ഒരു കേസിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും എന്തുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൂടാ? ആ ഒരു ഐഡിയയുടെ പുറത്തുനിന്നാണ് ഇത്തരം സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സിസ്റ്റത്തിന് തുടക്കം കുറിക്കുന്നത്. സോ ബേസിക്കലി ഇത് എങ്ങനെ വർക്ക് ചെയ്യുക? വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ ചില സാറ്റലൈറ്റുകളുടെ സഹായം എടുക്കും. ആരുടെ ഹെൽപ്പ് എടുക്കും? സാറ്റലൈറ്റുകൾ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. പല പല ഓർബിറ്റുകളുണ്ട്. ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി, ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓർബിറ്റുകൾ ഭൂമിക്ക് ചുറ്റുമുണ്ട് അല്ല, ഇത്തരം സാറ്റലൈറ്റുകൾക്ക് കറങ്ങാനായിട്ട്. അപ്പോൾ അത്തരം സാറ്റലൈറ്റുകളുടെ ഹെൽപ്പ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നോക്കിയേ, ഇതൊരു ചെറിയ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇതൊരു നെറ്റ്വർക്കാണ്. നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും, റൗട്ടർ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിജിറ്റൽ ഡാറ്റ ആയിരിക്കും അല്ലേ. എന്തായിരിക്കും? ഡിജിറ്റൽ സിഗ്നൽസിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. അപ്പോൾ ആ ഡിജിറ്റൽ ഡാറ്റയെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും? റേഡിയോ വേവുകളാക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, റേഡിയോ വേവിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. റേഡിയോ വേവ് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളിവിടെ ഒരു ആൻറ്റിന ഉപയോഗിക്കും. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നും ആ ഡാറ്റ നേരെ ചെല്ലുന്നത് ഒരു ആൻറ്റിനയിലായിരിക്കും. ഒരു ഡിഷ് ആൻറ്റിന, റഡാർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഡിഷ് ആൻറ്റിനയിലേക്ക് സിഗ്നൽ എത്തുന്നു. ആ ആൻറ്റിന അതിനെ കറസ്പോണ്ടിങ് റേഡിയോ വേവ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് റേഡിയോ വേവിനെ നേരെ സാറ്റലൈറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നു.
സാറ്റലൈറ്റ് ഒരു മിറർ പോലെയാണ് അല്ലേ, വരുന്ന സിഗ്നലിനെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വിടും വേണ്ട ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ത് ചെയ്യും, ഈ വരുന്ന റേഡിയോ വേവ്സിനെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും അല്ലെ, റിസീവ് ചെയ്യും, എന്നിട്ട് വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റേഡിയോ വേവ് ആയിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് റേഡിയോ വേവിനെ എൻഡിലുള്ള അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലിരിക്കുന്ന ആൻറ്റിന റിസീവ് ചെയ്യുന്നു, അതിനെ വീണ്ടും ഡിജിറ്റൽ ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ത്രൂ നെറ്റ്വർക്ക് അത് പാസ് ഓൺ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നത്, വളരെ ലോങ്ങർ ഡിസ്റ്റൻസിലുള്ള ഹൈ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരുന്ന കേബിൾ കൺസ്ട്രക്ഷൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ആ കോസ്റ്റ് കുറയ്ക്കുക, പകരം 1-2 സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. സോ ഇതൊരു നല്ലൊരു മെത്തേഡാണ് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സ്പേസ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു അണ്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി പല കമ്പനികളും ഈ ഒരു സിസ്റ്റം ഡെവലപ്പായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനി അവരുടെ ഒരു പ്രോജക്റ്റാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. സ്റ്റാർലിങ്ക് ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സിസ്റ്റമാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നു 2019-20 കാലഘട്ടങ്ങളിലൊരു ന്യൂസ് വന്നിരുന്നു. ഇതുപോലൊരു പിക്ചർ, ഇതുപോലൊരു ഇമേജ് നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലെ. നമ്മൾ ആകാശത്ത് നോക്കിയ സമയത്ത് ഇതുപോലെ ട്രെയിൻ പോകുന്ന പോലെ കുറേ വസ്തുക്കൾ ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നോ? യെസ്, ഇതെല്ലാം സ്റ്റാർലിങ്ക് പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന സാറ്റലൈറ്റുകളാണ്. ഈ ഓരോ ഡോട്ടുകളും സാറ്റലൈറ്റുകളാണ്. ഒരു കോൺസ്റ്റലേഷനാണത്, കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ്. സ്റ്റാർലിങ്കിനകത്തുള്ള കോൺസ്റ്റലേഷനാണ്. ഏകദേശം 10,000-ന് മുകളിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള സാറ്റലൈറ്റുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാ സാറ്റലൈറ്റുകളും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിലാണ്. ഓക്കെ, ഭൂമിക്ക് വളരെ ക്ലോസറായിട്ടിരിക്കുന്ന ലോ എർത്ത് ഓർബിറ്റിലാണ് ഈ സാറ്റലൈറ്റുകളെല്ലാം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു 10,000-ന് മുകളിൽ സാറ്റലൈറ്റുകളുണ്ട്. ഈ സ്റ്റാർലിങ്ക് പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റുകളുടെ എണ്ണം കൂട്ടുക, ഏകദേശം 40,000-42,000-ഓളമായിട്ട് കൂട്ടുക, അതുവഴി ഗ്ലോബൽ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക. അതൊക്കെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ഇപ്പോൾ 10,000-ന് മുകളിൽ സാറ്റലൈറ്റുകൾ ഈ കോൺസ്റ്റലേഷനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ സ്റ്റാർലിങ്ക് പ്രൊജക്റ്റുമായിട്ട് ഒരു എഗ്രീമെൻ്റ് ഒക്കെ ഓൾറെഡി ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, അതിപ്പോഴും ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ ഒരു പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റാർലിങ്കുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച് ആ ഒരു പ്രൊജക്റ്റിൻ്റെ സർവീസുകൾ ഇന്ത്യയിലും ലഭ്യമാക്കുന്ന രീതിയിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഒരു ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. പക്ഷെ അത് ഫുള്ളി ആയിട്ടില്ല. ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ ചിലപ്പം ആകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടും ചില അൺസർട്ടനിറ്റിയും ചില സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഇപ്പോൾ ന്യൂസിൽ വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോൾവ് ആകട്ടെ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ വേറെ കമ്പനികളും ഇത്തരം പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് യൂറ്റൽസാറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, യൂറ്റൽസാറ്റ് ബിസിനസ് ഗ്രൂപ്പ്. അവരുടെ വൺ വെബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, നമ്മൾ സ്റ്റാർലിങ്ക് പറഞ്ഞില്ല അതുപോലെ തന്നെ വൺ വെബ്. ആക്ച്വലി ഈ വൺ വെബിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 2011-12 കാലഘട്ടങ്ങളാണ്. പക്ഷെ അന്ന് വിചാരിച്ച രീതിയിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രൊജക്റ്റിന് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനിയും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറ്റൽസാറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ വൺ വെബ് നടത്തുന്നു ഞാൻ പറഞ്ഞല്ലോ. യൂറ്റൽസാറ്റിലെ വൺ ഓഫ് ദി ഷെയർ ഹോൾഡർ, സ്റ്റേക്ക് ഹോൾഡറാണ് നമ്മുടെ ഇന്ത്യയിലെ ഭാരതി എൻ്റർപ്രൈസസ്. ഓക്കെ, ഒരു ടെലികോം സെക്ടറാണ്. നമ്മൾ എയർടെല്ലൊക്കെ വരുന്ന ആ ഒരു ഭാരതി എൻ്റർപ്രൈസസ് ആണ് ഇതിന് വൺ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡറായിട്ട്, ഈ പ്രോജക്റ്റിൻ്റെ വൺ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡറായിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ കമ്പനി ഇറക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് കൈപ്പർ. ഓക്കെ, പ്രോജക്റ്റ് കൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇതൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന സ്പേസ് ബേസ്ഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, പക്ഷേ ഇത് ഫുള്ളി എല്ലായിടത്തൊന്നും ഇതുവരെയായിട്ട് ആക്റ്റീവ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും 95% ഇൻ്റർനെറ്റ് സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് കേബിളുകൾ വഴി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു മാറ്റം ഇനി ചിലപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം മാറാം. ഇനി മിക്ക സർവീസുകളും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ലഭ്യമാകാനും സാധ്യതകളുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു
വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു, അതുപോലെ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിലെ 2 മിഷൻസ്, അതായത് ഭാരത് നെറ്റ് എന്നൊരു പ്രോജക്റ്റും അതുപോലെ തന്നെ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നേരെ നമ്മൾ സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സ്പേസ് ബേസ്ഡ് ഇൻ്റർനെറ്റിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെയിൻസ് ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ വീട്ടിലിരുന്ന് അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. The internet has become a vital component of India's critical infrastructure. Discuss the opportunities and vulnerabilities arising from this dependence. ഒരു 15 മാർക്കിൻ്റെ 250 വേർഡ്സിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വീട്ടിലിരുന്ന് ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും കാണുന്നുണ്ടാവും. സോ അണ്ടിൽ ദെൻ, സൈനിങ് ഓഫ്. താങ്ക് യു.